അതായത് ഇന്നലെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ആദ്യമായിട്ട് ഇരിക്കുകയാണ്. ഭാരവാഹികളെ ഞാൻ വിളിച്ചു പോകും. ഭാരവാഹികളെ കൂടി ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ വിലയിരുത്താന്നുള്ള നിലക്കാണ്. അപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യും. ഓരോ മണ്ഡലത്തിലെയും പ്രത്യേകത ഏതെല്ലാം സ്ഥാനാർത്ഥികളെയാണ് ഓരോരുത്തരും നിർദ്ദേശിക്കുന്നത്, ആ രീതിയിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. അത് ഇന്ന് ചർച്ചയുടെ തീരുമാനം വരുള്ളൂ. നമുക്ക് അന്തിമമായിട്ട് ഇപ്പൊ പറയാൻ പറ്റില്ല. നമ്മൾ ഇരുന്ന് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. അങ്ങോട്ട് ഞങ്ങളോടൊക്കെ കൂടിയാലോചന നടത്തുന്നല്ലാതെ പറയാനുള്ള കാര്യങ്ങള് തങ്ങൾ ഇന്ന് തീരുമാനിക്കുന്നതനുസരിച്ച് ഒരു സമയം നിശ്ചയിച്ച് നിങ്ങളോട് പറയും. അല്ലാതെ ഇനി അങ്ങോട്ട് തങ്ങൾക്ക് അതിന് മറുപടി പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് കൂടുതലായിട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. ഞങ്ങളെ സീറ്റ് ചർച്ച പൂർത്തിയാക്കി അതൊക്കെ റിപ്പോർട്ട് ചെയ്തു. അത് വെച്ചിട്ട് ഇന്ന് നേതാക്കന്മാരൊക്കെ തങ്ങള് കാണുകയാണ്. അപ്പൊ ഒറ്റക്കും കൂട്ടായും ഒക്കെ തങ്ങൾ നടത്തുന്ന ചർച്ചയാണെന്ന്. ആ പ്രോസസ്സ് പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്നലെ പറഞ്ഞാല് സമയം നിശ്ചയിച്ച് നിങ്ങളോട് പറയാം. അതിന് മുമ്പ് ഇല്ല. താമസിക്കേണ്ട കാര്യമില്ലല്ലോ. കോൺഗ്രസിന്റെ റിപ്പോർട്ട് ഇപ്പൊ ഡൽഹിയിൽ നിന്ന് വന്നതും അവർ ഉടനെ തന്നെ എല്ലാം തീരുമാനിക്കും എന്നാണ്. എല്ലാം പോസിറ്റീവ് തന്നെയാണ്. LDF അത്ര മുമ്പിലൊന്നുമല്ല. അവര് ഘടകകക്ഷികളൊന്നും മുഴുവൻ തീരുമാനിച്ചില്ലല്ലോ. കേരള കോൺഗ്രസിന്റെ ഒക്കെ ബാക്കിയാണ്. സ്വാഭാവികം. പെട്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ പെട്ടെന്ന് ഇലക്ഷൻ പ്രഖ്യാപിച്ചതല്ലേ. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.